കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതയുണരുമ്പോൾ അണിയറയിൽ നടക്കുന്നത് വമ്പൻ കരുനീക്കങ്ങളാണ്. പതിറ്റാണ്ടുകളായി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വിളനിലമായ കേരള കോൺഗ്രസിൽ പുതിയൊരു അധികാര കേന്ദ്രം അതിവേഗം രൂപപ്പെടുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നുവെന്ന വാർത്ത കേവലം ഒരു അഭ്യൂഹമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് KCയെ എത്തിക്കാനുള്ള നീക്കങ്ങളും അതിനായി മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ കൊണ്ടോട്ടി മണ്ഡലം തിരഞ്ഞെടുത്തതും കേരള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളുടെ തുടക്കമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്രതീക്ഷിതമല്ല. കേന്ദ്ര ഭരണത്തിൽ കോൺഗ്രസിന് തിരിച്ചടികൾ നേരിട്ട ഘട്ടത്തിലും പാർട്ടി സംഘടനയെ ചലിപ്പിക്കുന്നതിൽ KC വഹിച്ച പങ്കും വലുതാണ്. എന്നാൽ സ്വന്തം തട്ടകമായ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ KCയെ പോലൊരു ഹൈക്കമാൻഡ് പ്രതിപുരുഷൻ വേണമെന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നു. നിലവിൽ അദ്ദേഹം MLA അല്ലാത്തതിനാൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നതിനും തുടർന്ന് 6 മാസത്തിനകം നിയമസഭാ അംഗമാകുന്നതിനുമുള്ള പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്. ഇവിടെയാണ് സേഫ് സീറ്റ് എന്ന നിലയിൽ കൊണ്ടോട്ടി മണ്ഡലം ചർച്ചകളിലേക്ക് വരുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ ഇരിക്കൂർ പോലെയുള്ള സുരക്ഷിത മണ്ഡലങ്ങൾ സ്വന്തം പാർട്ടിക്ക് ഉണ്ടെങ്കിലും KC പക്ഷം കണ്ണുവെക്കുന്നത് മുസ്ലിം ലീഗിന്റെ അടിയുറച്ച മണ്ഡലമായ കൊണ്ടോട്ടിയാണ്. ഇതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. കോൺഗ്രസിന്റെ സ്വന്തം മണ്ഡലങ്ങളിൽ പലപ്പോഴും പ്രാദേശിക ഗ്രൂപ്പ് തർക്കങ്ങൾ സ്ഥാനാർത്ഥികളെ ചതിക്കാറുണ്ട്. കണ്ണൂരിലെ ഇരിക്കൂർ കോൺഗ്രസിന്റെ കുത്തകയാണെങ്കിലും അവിടെ നിലനിൽക്കുന്ന ഗ്രൂപ്പ് വൈരാഗ്യം KCയെ പോലൊരു മുതിർന്ന നേതാവിന് ഭീഷണിയായേക്കാം. എന്നാൽ ലീഗ് മണ്ഡലത്തിൽ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ കുറവായിരിക്കും. KC വേണുഗോപാലിന് മുസ്ലിം ലീഗ് നേതൃത്വമായി, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബവുമായി, PK കുഞ്ഞാലിക്കുട്ടിയുമായും അടുത്ത ബന്ധമാണുള്ളത്. ലീഗ് വോട്ടുകൾ പൂർണ്ണമായും KCക്ക് അനുകൂലമായി സമാഹരിക്കാൻ ഈ ബന്ധം സഹായിക്കും. മുൻപ് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ഇത്തരത്തിൽ ലീഗിന്റെ സഹായത്തോടെ സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ആ ചരിത്രം ആവർത്തിക്കാനാണ് KC പക്ഷം ലക്ഷ്യമിടുന്നത്. കൊണ്ടോട്ടി മണ്ഡലം UDFനെ സംബന്ധിച്ചിടത്തോളം പരാജയ ഭീതി ഇല്ലാത്ത ഇടമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 2016 TV ഇബ്രാഹിം 10,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് മണ്ഡലം നിലനിർത്തിയത്. 2021 രാഷ്ട്രീയ സാഹചര്യം കടുപ്പമായിരുന്നിട്ടും ഭൂരിപക്ഷം 17,666 ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത്തവണ TP അഷ്റഫ് അലിയുടെ ഭൂരിപക്ഷം 25,000 കടക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുടനീളം UDF നേടിയ മിന്നും വിജയം ഈ ആത്മവിശ്വാസത്തിന് കരുത്തു പകരുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷം ഉറപ്പുള്ള മണ്ഡലത്തിൽ KC വേണുഗോപാൽ മത്സരിക്കുമ്പോൾ അത് കേവലം ഒരു ജയമായിരിക്കില്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമായിരിക്കും. KC വേണുഗോപാലിന്റെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിലവിലെ സംസ്ഥാന നേതാക്കളെയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം സജീവമായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രി പദത്തിന് മേൽ സ്വാഭാവികമായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സതീശന്റെ ശൈലിയും പാർലമെന്ററി രംഗത്തെ മികവും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളാണ്. മറുഭാഗത്ത് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും പിൻവാങ്ങാൻ തയ്യാറല്ല. കൈവിട്ടുപോയ അവസരം ഇത്തവണ തിരിച്ചുപിടിക്കണമെന്ന വാശിയിലാണ് ചെന്നിത്തല. ഈ 2 കരുത്തരായ നേതാക്കളെ മറികടന്ന് മുഖ്യമന്ത്രി പദത്തിലെത്താൻ ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടൽ KCക്ക് ആവശ്യമായി വരും. ഗ്രൂപ്പുകൾക്ക് അതീതനായ നേതാവ് എന്ന ഇമേജ് ഉയർത്തിക്കാട്ടിയാണ് KC പക്ഷം സതീശനെയും ചെന്നിത്തലയും പ്രതിരോധിക്കുന്നത്. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത് വെറും ഒരു പ്രാദേശിക തീരുമാനമല്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടുമ്പോൾ ദക്ഷിണേന്ത്യക്കും കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും പിന്നാലെ കേരളത്തിലും അധികാരം പിടിക്കുക എന്നത് പാർട്ടിയുടെ അന്തസ്സായ കാര്യമാണ്. KC മുഖ്യമന്ത്രിയാകുന്നത് വഴി ദേശീയ നേതൃത്വത്തിന് കേരള ഭരണത്തിൽ നേരിട്ട നിയന്ത്രണം ലഭിക്കും. കൂടാതെ മുന്നണിയിലെ പ്രധാന കക്ഷിയായി മുസ്ലിം ലീഗിന് KCയുടെ നേതൃത്വത്തോട് വലിയ വിയോജിപ്പില്ല എന്നതും കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. KC വേണുഗോപാൽ കൊണ്ടോട്ടി വഴി കേരള രാഷ്ട്രീയത്തിന് തലപ്പത്തേക്ക് എത്തുകയാണെങ്കിൽ അത് പല മാറ്റങ്ങൾക്കും വഴിവെക്കും. കരുണാകരൻ നയിച്ചിരുന്ന I ഗ്രൂപ്പിന്റെ ശക്തനായ വാക്താവായിരുന്ന KC അദ്ദേഹത്തിന്റെ വരവ് പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിയെഴുതും. ഭരണത്തിൽ ലീഗിന് അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നണി ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ KCയുടെ നയതന്ത്രജ്ഞതയ്ക്ക് സാധിച്ചേക്കും. LDFന്റെ ഭരണ തുടർച്ചയ്ക്ക് തടയിടാൻ KCയെ പോലൊരു ദേശീയ നേതാവിന്റെ സാന്നിധ്യം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തുമെന്നും കോൺഗ്രസ് കരുതുന്നു. കൊണ്ടോട്ടിയിലെ ലീഗ് കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ LDF കിണഞ്ഞു ശ്രമിക്കുമ്പോഴും അവിടെ തങ്ങളുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടിനെ ഇറക്കി ഭരണം പിടിക്കാനാണ് UDFന്റെ നീക്കം. KC വേണുഗോപാൽ എന്ന ദേശീയ താരം കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുമോ അതോ കോൺഗ്രസിലെ ആഭ്യന്തര കലഹങ്ങളിൽ ഈ നീക്കം തടയിടുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എങ്കിലും കൊണ്ടോട്ടി മണ്ഡലം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നു എന്നത് വസ്തുതയാണ്. TP അഷ്റഫ് അലിയിലൂടെ നേടാൻ പോകുന്ന വൻ ഭൂരിപക്ഷം KCക്കുള്ള ചുവന്ന പരവതാനിയായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.